ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റേസോർ പേയിൽ എങ്ങനെയാണ് ഒരു പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പേയ്മെന്റ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് പേയ്മെന്റ് ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേയ്മെന്റ്സ് എന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വരിക. ഇപ്പം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് റേസോർ പേയുടെ ഇന്റർഫേസിലൊക്കെ. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പേയ്മെന്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് പേയ്മെന്റ് ലിങ്ക്സ് എന്നുള്ള ഓപ്ഷനിൽ വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് പേയ്മെന്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് അവിടെ വരുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് പേയ്മെന്റ് ലിങ്ക് എന്നും അതുപോലെ തന്നെ UPI പേയ്മെന്റ് ലിങ്ക് എന്നുള്ളത്. സ്റ്റാൻഡേർഡ് പേയ്മെന്റ് ലിങ്ക് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് എ ക്ലാസിക് പേയ്മെന്റ് ലിങ്ക് ടു കളക്ട് പേയ്മെന്റ് ഫ്രം യുവർ കസ്റ്റമേഴ്സ് ഇൻ ഓൾ പേയ്മെന്റ് മെത്തേഡ്സ്. അതായത് നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റാൻഡേർഡ് പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ കസ്റ്റമേഴ്സിന് ഏത് പേയ്മെന്റ് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാർഡ്, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, UPI ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ UPI പേയ്മെന്റ് ലിങ്ക് എന്ന് പറയുന്നത് കളക്ട് UPI പേയ്മെന്റ്സ് ഫ്രം യുവർ കസ്റ്റമേഴ്സ് യൂസിങ് UPI പേയ്മെന്റ് ലിങ്ക് വിത്തൗട്ട് നോയിങ് ദർ UPI അഡ്രസ് എന്നുണ്ട്. അതായത് UPI മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാത്രം അവരുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു സാധനം വരുന്നത്. സോ നമുക്ക് എപ്പോഴും ബെറ്റർ സ്റ്റാൻഡേർഡ് പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിന് ഏത് പേയ്മെന്റ് മെത്തേഡ് ആണോ കംഫർട്ട് ആ ഒരു പേയ്മെന്റ് മെത്തേഡ് വെച്ചിട്ട് അവർക്ക് പേ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ സ്റ്റാൻഡേർഡ് പേയ്മെന്റ് ലിങ്ക് എന്നുള്ളതിൽ വരിക. അവിടെ ക്രിയേറ്റ് നൗ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നത് എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ അവിടെ ഒരു എമൗണ്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 299 കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കേണ്ടത് ആ ഒരു എമൗണ്ട് അവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം പേയ്മെന്റ് എന്തിന് വേണ്ടിയിട്ടാണ് പേയ്മെന്റ് കളക്ട് ചെയ്യുന്നത്, എന്ത് എമൗണ്ട് ആണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നത്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് എന്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾ സർവീസ് ആണോ, കൺസൾട്ടേഷൻ ആണോ, വെബ്സൈറ്റ് ഡെവലപ്പിംഗ് ആണോ, എന്താണോ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക. ഇപ്പം ഞാനിവിടെ മന്ത്ലി സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊടുക്കാം. അതിനുശേഷം കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇമെയിൽ വഴി അല്ലെങ്കിൽ ഫോൺ വഴിയോ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകാൻ വേണ്ടിയിട്ടാണ് നമുക്കത് കൊടുക്കാൻ പറ്റും. സോ ഇത് കൊടുത്തിട്ട് ഇവിടെ നോട്ടിഫൈ ബൈ ഇമെയിൽ, നോട്ടിഫൈ ബൈ SMS നമുക്ക് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു നോട്ടിഫിക്കേഷൻ കൂടെ അതിൽ പോകും. പിന്നെ ചോദിക്കുന്നത് ഈ ലിങ്കിന് എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് വെക്കണം. അതായത് ഇത്ര ദിവസത്തേക്ക് മാത്രം ഈ ഒരു ലിങ്ക് ആക്റ്റീവായി നിന്നാൽ മതി എന്നുള്ള രീതിയിൽ ഒരു എക്സ്പയറി ടൈം കൊടുക്കണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സ്പെസിഫിക് ഓഫർ എന്തെങ്കിലും ഇപ്പൊ ഒരു ഇന്നത്തെ ദിവസം മാത്രം അല്ലെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് മാത്രം ഒരു ഓഫർ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തൊരു ലിങ്ക് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫറിന് വേണ്ടിയിട്ടൊരു ലിങ്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എക്സ്പയറി കൊടുക്കാം. അപ്പൊ ആ ഒരു ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് പാർഷ്യൽ പേയ്മെന്റ് എന്നുള്ള, അതായത് നമുക്ക് പാർഷ്യൽ പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കണം. കുറച്ച് 2 എമൗണ്ട് ഒക്കെ ആയിട്ട് പാർഷ്യൽ എമൗണ്ട് ആയിട്ട് അടയ്ക്കാനുള്ള രീതിയിൽ കൊടുക്കണോ എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. സോ അതും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സോ ഇത്രയും കൊടുത്തിട്ട് നമുക്ക് എന്താ അവിടെ ക്രിയേറ്റ് പേയ്മെന്റ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ഒരു പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ആവും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അതിനുശേഷം ഇവിടെ പേയ്മെന്റ് ലിങ്ക് എന്നുള്ളതിന്റെ താഴെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിന്റെ നേരെ തന്നെ ഒരു കുഞ്ഞു ബോക്സിൽ കോപ്പി എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. സോ ആ ഇതിന്റെ കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു ലിങ്ക് നിങ്ങളുടെ കോപ്പി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇനി വാട്സപ്പ് ത്രൂയോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ത്രൂയോ ടെലിഗ്രാം ത്രൂയോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.